ചരിത്രത്തിലില്ലാത്ത വിധം ആറ്റുകാൽ പൊങ്കാല ഒരു വിവാദത്തിലേക്ക് കയറുകയാണ്. രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ആറ്റുകാൽ ഉൾപ്പെടെയുള്ള 4-5 വാർഡുകളിൽ 7-8 വാർഡുകളിൽ കുടിവെള്ളം മുടങ്ങുന്ന ഒരു വിഷയം വന്നിട്ടുണ്ട്. നേരത്തെ പൊങ്കാല ദിവസം കുടിവെള്ളം മുടങ്ങിയ ഒരു വാർത്തയും നേരത്തെ ഫണ്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 7-8 വാർഡുകളിൽ കുടിവെള്ളം കൊടുക്കാതിരിക്കുന്നത് ആറ്റുകാൽ പൊങ്കാല തകർക്കാനാണ് എന്ന് കേരള സർക്കാരിൻ്റെ ഒരു ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ കേരള സർക്കാർ വളരെ പർപ്പസായി BJP കോർപ്പറേഷനെ, മേയറെയൊക്കെ താഴ്ത്തി കാണിക്കാനാണ് എന്നൊരു വാദം വളരെ ശക്തമായി തിരുവനന്തപുരത്തുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇടതുപക്ഷവും, വെള്ളം കൊടുക്കാൻ പറ്റാത്തത് കേരള സർക്കാരിനെ വാട്ടർ അതോറിറ്റിയുടെ ഒളിച്ചുകളിയാണെന്ന് പറഞ്ഞുകൊണ്ട് BJPയും രംഗത്തുണ്ട്. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തൊരു വിഷയം വരാൻ പോകുന്നത് KGMOയുടെ, കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെ, ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ KGMOയുടെ സംസ്ഥാന തലത്തിൽ ഇറക്കിയ ഒരു കുറിപ്പാണ്. അവർ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ വീഴ്ചയുമായി ബന്ധപ്പെടുത്തി ഡോക്ടർ ഒരു ബിന്ദുവിനെ സസ്പെൻഡ് ചെയ്തു, ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ സസ്പെൻഷൻ പിൻവലിക്കുന്നതും സൂപ്രണ്ടിനെ കയ്യേറ്റം ചെയ്തു. നാട്ടുകാർ സൂപ്രണ്ടിനെ കയ്യേറ്റം ചെയ്തു. അവിടെ ഒരു കുഞ്ഞിൻ്റെ മരണമായിട്ട്, ഒരു നവജാത ശിശുവിൻ്റെ മരണമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അതിനെ ചികിത്സിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞു. അതിൽ വളരെ പ്രതിഷേധിച്ചുകൊണ്ട്, നാട്ടുകാരുടെ പ്രതിഷേധത്തെ മാനിച്ചുകൊണ്ട് ബിന്ദു സുന്ദറിനെ അറസ്റ്റ് ചെയ്തു. സസ്പെൻഡ് ചെയ്തു. അത് പിൻവലിക്കണം. പിൻവലിച്ചില്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസം ഡോക്ടർമാരുടെ സേവനം കൊടുക്കില്ല എന്ന് പറയുന്നു. ശരിക്ക് ഡോക്ടർമാരുടെ സേവനം ആവശ്യമുള്ള ഒരു സമയമാണ്. അതേസമയം മെഡിക്കൽ കോളേജിലെ 3 അംഗ സംഘം കാലതാമസമുണ്ടായി എന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് സസ്പെൻഡ് ചെയ്തതല്ല, വെറുതെ സസ്പെൻഡ് ചെയ്തതല്ല. പക്ഷേ ആ സസ്പെൻഷനെതിരെ വളരെ ശക്തമായ രീതിയിലാണ് KGMO പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ആറ്റുകാൽ ഡ്യൂട്ടി അവർ പ്രതിഷേധിക്കും, അല്ലെങ്കിൽ ആറ്റുകാൽ ഡ്യൂട്ടി ബഹിഷ്കരിക്കുമെന്നാണ് KGMO പറയുന്നത്. പക്ഷേ BJP തിരുവനന്തപുരം ഭരിക്കുന്നത് കൊണ്ട് സേവാഭാരതിയുടെയും സംഘപരിവാറിൻ്റെയും 100 കണക്കിന് KGMO പോലുള്ള സംഘടനയിൽ അംഗമല്ലാത്ത 100 കണക്കിന് ഡോക്ടർമാരുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, തിരുവനന്തപുരത്ത് വലിയ തോതിൽ ഹോസ്പിറ്റലുകൾ, സ്വകാര്യ ഹോസ്പിറ്റലുകൾ ഉള്ള സ്ഥലമാണ്. ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഒരു വിളിപ്പാടകലെയാണ് PRS ഹോസ്പിറ്റൽ ഉള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ നിംസ് ഹോസ്പിറ്റൽ, നെയ്യാറ്റിങ്കര, PRS, കോസ്മോ, കിംസ്, തുടങ്ങി SUT, SP ഫോർട്ട്, അനന്തപുരി തുടങ്ങി ഹിന്ദു വിശ്വാസികളും ഹിന്ദു സമാജത്തോടുമൊക്കെ വലിയ പ്രതിപത്തിയുള്ള ഒരുപാട് ആളുകൾ നടത്തുന്ന വലിയ ഹോസ്പിറ്റലുകൾ തിരുവനന്തപുരത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു പ്രശ്നമാകില്ല. ഡോക്ടർമാരെ പകരം ഇറക്കും എന്നാണ്, വേണ്ടി വന്നാൽ ഇറക്കുമെന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത്. അത് ഔദ്യോഗികമായിട്ട് അറിയിപ്പ് വന്നിട്ടില്ല. പക്ഷേ അണിയറയിൽ അങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം എത്തിക്കുന്നതിൽ, അതുപോലെ തന്നെ ഡോക്ടർമാരെ എത്തിക്കുന്നതിൽ ഒക്കെ വലിയ ബദൽ സംവിധാനത്തെക്കുറിച്ചും തിരുവനന്തപുരം കോർപ്പറേഷൻ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ തിരുനാവായിലൊക്കെ കണ്ടതാണ്. സേവാഭാരതിയുടെ അതിശക്തമായ ഡോക്ടർമാരും അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളും അവിടെ സാധാ വോളണ്ടിയർമാരും സംസ്ഥാന അടിസ്ഥാനത്തിൽ അങ്ങോട്ട് ഒഴുകി അവിടെ സേവനം കൊടുത്തത്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് സേവനം കൊടുത്തത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തിരുവനന്തപുരത്ത് ഇത് വരും. പക്ഷേ KGMO അറിയേണ്ടത്, നിങ്ങളുടെ ഭീഷണിയെല്ലാം കൊള്ളാം, പക്ഷേ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടരുത്. സർക്കാരിന് നഷ്ടപ്പെടാനൊന്നുമില്ല, പാർട്ടികൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയും, നടത്തും, ചെയ്തും അങ്ങ് പോകും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നഷ്ടമാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. നിങ്ങളെ ജനങ്ങളിൽ നിന്ന് നിങ്ങൾ ഒറ്റപ്പെടും. അതുകൊണ്ട് തന്നെ ആറ്റുകാൽ ഡ്യൂട്ടി പോലുള്ള ഡ്യൂട്ടികൾ നിങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പറയരുത്. അത് ചെയ്താൽ കേരള സമൂഹം നിങ്ങളെ പുറക്കില്ല. നിങ്ങൾക്ക് ജനങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ഡോക്ടർമാരോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, KGMOയോടായാലും ഡോക്ടർമാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ജനങ്ങളുടെ പക്ഷത്തു നിന്നുള്ള സപ്പോർട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ സമരത്തിലെ ആറ്റുകാൽ പ്രശ്നം കൂടി കൂട്ടിക്കുഴച്ച് ഇടരുത്. ആറ്റുകാലിൻ്റെ വഴിക്ക് പോട്ടെ, നിങ്ങളുടെ വഴിക്ക് പോകണം എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ആറ്റുകാൽ പൊങ്കാലയുടെ ഡ്യൂട്ടി നിങ്ങൾ ബഹിഷ്കരിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത് വലിയ നഷ്ടമായിരിക്കും.
അതുകൊണ്ട് മറ്റേ വിഷയം ഇപ്പോൾ ഡോക്ടർ ബിന്ദു സുന്ദർ അതിൻ്റെ വീഴ്ചയുണ്ടെന്ന് മെഡിക്കൽ ബോർഡിലെ 3 ഡോക്ടർമാർ മൂന്ന് ഡോക്ടർമാരുടെ അന്വേഷണത്തിലാണ് അത് വന്നിരിക്കുന്നത്. അത് അന്വേഷിക്കണ്ടേ? സസ്പെൻഡ് ചെയ്ത് അവൾ സൂപ്രണ്ടിനെ കൈയേറ്റം ചെയ്തത് ഒരു കാരണവശാലും ശരിയായില്ല. പുറത്തിറങ്ങി വന്ന സൂപ്രണ്ടിനെ വനിതയെ കൈകാര്യം ചെയ്തു, അവർ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അതൊന്നും ശരിയല്ല. കാരണം പ്രതിഷേധം നമുക്ക് നടത്താം. പ്രതിഷേധത്തിൻ്റെ അർത്ഥം സേവന അവകാശ നിയമം കൂടിയുള്ള രാജ്യത്ത് കൃത്യമായ ഡോക്ടർമാരെ ഉപദ്രവിച്ചാൽ അതിന് വലിയ ശിക്ഷയുള്ള ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഡോക്ടർമാരെ ഡ്യൂട്ടി സമയത്ത് അവരെ ഉപദ്രവിച്ചാൽ വലിയ ശിക്ഷയാണുള്ളത്. ഒരാൾ കത്തിക്കൊണ്ടൊരു ഒരു ജൂനിയർ ഡോക്ടറെ കുത്തിക്കൊന്നത് നാടാണ് ഇവിടെ. അതൊന്നും ശരിയല്ല. ഡോക്ടർ കമ്മ്യൂണിറ്റി ചെയ്യുന്ന ചികിത്സാ പിഴവുകൾ വരും. ചികിത്സാ പിഴവുകൾ പർപ്പസായി ചെയ്താവില്ലല്ലോ. പക്ഷേ പർപ്പസായി ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് കൂടി പോവുകയാണ് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ സ്വന്തം അനുഭവം കൂടി ഇപ്പോൾ പറയുന്നില്ല. എനിക്കൊരു മകൻ കുഞ്ഞ് നഷ്ടപ്പെട്ടത് ഒരു വനിതാ ഡോക്ടറുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് എന്ന് ഞങ്ങളുടെ കുടുംബം വിശ്വസിക്കുന്നു. പക്ഷേ ആ ഹോസ്പിറ്റൽ ഇപ്പോഴില്ല, ആ ഹോസ്പിറ്റൽ നടത്തിയവരുമില്ല, അവരും മരിച്ചുപോയി, അവരുടെ കുടുംബമെല്ലാം നാമാവശേഷമായി. അതുകൊണ്ട് ആ ചർച്ച ഞാനിവിടെ ഉയർത്തുന്നില്ല. പക്ഷെ എന്തായാലും വളരെ കൃത്യമാണ് മെഡിക്കൽ സയൻസിലെ പുതിയ കുട്ടികൾ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഡോക്ടർ ആവുന്നത്. വളരെ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഡോക്ടർ ആവുന്നത്. ആ പ്രതിപത്തി നിങ്ങൾ സർക്കാർ ജോലിയിൽ കയറിയാൽ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ ആകാതെ നിങ്ങൾ രാപകൽ പണിയെടുക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിലൊക്കെ പോയി നോക്കിയാൽ ചെറുപ്പക്കാരൊക്കെ വലിയ തോതിലാണ് പണിയെടുക്കുന്നത്. പക്ഷേ അങ്ങനെ പണിയെടുക്കുമ്പോഴും ഇതുപോലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ നിരവധി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. 1 അല്ല 2 അല്ല 3 അല്ല, അങ്ങനെ നിരവധി ഒറ്റപ്പെട്ട സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പല സ്ഥലത്തു നിന്നും. അത് ഒഴിവാക്കാൻ ഒരു ശ്രമം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും KGMയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. ആറ്റുകാൽ പൊങ്കാല പോലുള്ള കാര്യങ്ങളെ നിങ്ങൾ നിഷേധിച്ചാൽ അതിൽ വലിയ വില നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് പോണ്ട. ഇവിടുത്തെ തക്കിട തരികിട രാഷ്ട്രീയ കളികളിൽ നിങ്ങൾ തലകൊണ്ട് വെക്കരുത്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് പൊതുസമൂഹത്തിൻ്റെ വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഇതുപോലെയുള്ള സമരമാർഗങ്ങൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ ആറ്റുകാൽ ഡ്യൂട്ടി ബഹിഷ്കരിച്ചത് കൊണ്ട് കേരള സർക്കാരിന് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ പോകുന്നൊരു സർക്കാരിന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. അവർ അതും കൂടി ആഘോഷമാക്കും, നിങ്ങൾക്കെതിരെ തിരിച്ച് ആഘോഷമാക്കും എന്നുള്ളതല്ലാതെ ഒന്നും സംഭവിക്കാനില്ല. കാരണം ഇതിനോടൊക്കെ പോസിറ്റീവായി പ്രതികരിക്കുന്ന, എന്താണ് തൻ്റെ വകുപ്പെന്ന് പോലും അറിയാത്ത, ചങ്കാണോ മത്തങ്ങയാണോ മഞ്ഞളാണോ അഞ്ജനമാണോ എന്ന് തിരിച്ചറിയാത്ത ഒരു വനിതാ മന്ത്രിയാണ് നമുക്ക് ഭാഗ്യവശാലുള്ളത്. അവർക്കിതൊന്നും കാരശ്ശേരി മാഷിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തിരിയൂല.